നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്നത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് റിലേഷൻഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം നമുക്ക്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആ പേഴ്സണോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം സിറ്റുവേഷനെ കുറിച്ച്, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ക്വസ്റ്റ്യൻ കൊണ്ടുവരാം. നമുക്ക് ഈ ബുക്കിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് നോക്കാം. ഓക്കെ, ഒരു പേജ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ ഞാൻ എടുക്കും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് എടുക്കാം. ആൻഡ് നമ്മുടെ ടാരോ ഒന്ന് ആക്ച്വലി ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ മെയിൻലി നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണം നെക്സ്റ്റ് എന്ന രീതിയിൽ, നിങ്ങൾ ഈ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ വേണോ എന്ന് നോക്കാം. പേഴ്സണുമായിട്ട് നിങ്ങൾ എന്ത് സിറ്റുവേഷൻ ആയാലും ശരി, നിങ്ങൾ മാരീഡ്, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫിനെ പറ്റി നിങ്ങൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, എന്ത് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, അല്ല നിങ്ങൾ സിംഗിൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ട്, ആ റിലേഷൻഷിപ്പ് എങ്ങനെ പോകും മുന്നോട്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടട്ടെ. ആൻഡ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്ഷൻ വേണോ എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സിറ്റുവേഷനിൽ? നിങ്ങൾ അവിടെ നിൽക്കണോ, പോകണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കണോ, എല്ലാം എന്ത് തന്നെയായാലും ശരി, നമുക്ക് എന്താണ് യൂണിവേഴ്സിന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുന്നത് നോക്കാം. ഓക്കെ, അത് ജനറൽ ആയിട്ട് എടുക്കും. പക്ഷെ ആദ്യം ഒരു 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആയിട്ട് 2 എടുക്കാം അല്ലേ, 2 എടുക്കാം. ആൻഡ് നിങ്ങൾക്ക് ജനറൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തായിരിക്കണം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, കാരണം ചില സമയത്ത് സിറ്റുവേഷൻ നമ്മൾ ഒന്നും മൂവ് ചെയ്യുന്നില്ല എന്നുള്ളപ്പോൾ നമ്മളൊരു പേഴ്സൻ്റെ മെസ്സേജ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണോ, അതോ അവരിങ്ങോട്ട് വരുമോ, അത് വെയിറ്റ് ചെയ്തിരിക്കണോ, എന്താ വേണ്ടത്, മൂവ് ഓൺ ചെയ്യണോ, എന്താണ്, എല്ലാം നമുക്ക് ഒന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് കിട്ടുമോ, അതോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ സോറി പറയണോ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു ഗൈഡൻസ് ആയിട്ട് നമുക്ക് യൂണിവേഴ്സിന് ടാരോ ഒന്നും നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിച്ചോളൂ, നമുക്ക് ആൻസേഴ്സ് ആയിട്ട് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ഒന്നും ഇല്ലെങ്കിൽ, ഒന്നും തോന്നുന്നില്ല, ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ, ഈ സിറ്റുവേഷൻ്റെ ഒരു ക്ലാരിറ്റി വേണം എന്ന് മാത്രം പ്രാർത്ഥിക്കും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ അടുത്ത് ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് തരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. Okay, Mercury, the communicator, encourages you to talk your way through it എന്ന് പറയുന്നുണ്ട്. മെർക്കുറി എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറയാം. എനിക്ക് ഒരു പ്ലാനറ്റ് ആണ് മെർക്കുറി എന്ന് പറയുമ്പോൾ. ഐ തിങ്ക് ബുധനാണോ, എനിക്കിത് പേര് എപ്പോഴും മറക്കും. എനിവേ, ഒരു പ്ലാനറ്റ് ആണ്, നമ്മുടെ ഒരു ഗ്രഹമാണ്. ആ ഗ്രഹം ശരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അതായത് സംസാരങ്ങൾ, പറയല്, ഈവൻ എഴുത്ത്, വായന, പാട്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ആക്ച്വലി നമ്മുടെ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷനിൽ ഇവിടെ പറയുന്നത് നിങ്ങളോട് ഈ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് തീർക്കൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം എടുത്ത് നിങ്ങളോട് പറഞ്ഞതും അതാണ്. നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കണമെന്ന് അല്ലേ? ഈ കാര്യം നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ, ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ. എന്താണ് പ്രശ്നങ്ങൾ, ശരിക്കും നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത്, അത് ഓക്കെ. ഇത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം സംസാരിക്കാൻ. എപ്പോഴും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മുടെ ടെൻഷനും വിഷമവും ദേഷ്യവും ഒക്കെ കൊണ്ടായിരിക്കും ഒരാളോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അവരെ ഒരു കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ അതായില്ലേ എന്ന രീതിയിൽ നമ്മുടെ വായിന്ന് അറിയാതെ വന്നു പോകും. നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ പല തരത്തിലും നമ്മുടെ വായിന്ന് വരും. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വേദന ഉണ്ടാകും നമ്മൾ പറയുന്നത് ശരിയാണ്, പക്ഷെ ആ കേൾക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സൈലൻ്റ് ആയി പോകും. സൈലൻ്റ് ആവും, അല്ലെങ്കിൽ അവർ ഡിഫെൻസീവ് ആവും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ എതിർത്ത് അതേ ടോണിൽ അവർ ചിലപ്പോൾ തിരിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തി പറയും, അല്ലെങ്കിൽ തിരിച്ച് എതിർത്ത് പറയും, എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ പറയുന്ന കാര്യം, പറയാനുള്ള കാര്യം നമ്മൾ പറയണം. പക്ഷെ അവിടെ ആ കുറ്റപ്പെടുത്തൽ വരണ്ട, ഒരു ദേഷ്യം നമ്മുടെ കാണിക്കേണ്ട. ഓക്കെ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ അവരുടെ മുമ്പിൽ വെക്കണം. അവർക്ക് മനസ്സിലാവും വേണം, കാര്യം മനസ്സിലാവും വേണം. പക്ഷെ പറയുന്ന വാക്കിൽ നമ്മളുടെ എന്താ പറയുക, ഇതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ശരിക്കും വളരെ എന്താ പറയുക സ്ട്രാറ്റജി ആയിട്ട് ആലോചിച്ച് വേണം നമ്മൾ സെൻറ്റൻസ് ഒക്കെ പറയാം. ചില സമയത്ത് ചാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും നിങ്ങളൊരു മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം.
ചാറ്റിൽ ഇപ്പം പ്രത്യേകിച്ച് ചാറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൺട്രോൾ കിട്ടില്ല. പക്ഷേ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളോട് ട്രിഗർ ചെയ്ത് സംസാരിച്ചോന്ന് വിചാരിക്കാം, എന്തെങ്കിലും പറഞ്ഞോന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറിറ്റേറ്റ് ആയി എന്ന് വിചാരിക്കാം. അവർ പറയണം എന്നില്ല, ഒന്നും പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവരെന്താ എനിക്ക് മെസ്സേജ് ചെയ്യാത്ത എന്ന രീതിയിലോ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കരുത്. ആ ഇറിറ്റേഷനിൽ നിങ്ങൾ ഒരിക്കലും മെസ്സേജ് ഇടരുത്. വെയിറ്റ് ചെയ്യുക, ഫോണിനെ ഓഫ് ചെയ്ത് വെക്കുക, 2 മിനിറ്റ് കഴിയട്ടെ, ആലോചിക്കുക എന്താണ് ഞാൻ പറയേണ്ടത്, ഇതിനെങ്ങനെയാണ് ഞാൻ പറയേണ്ടത് എന്ന് നല്ലോണം ആലോചിച്ച് തീരുമാനമെടുത്ത് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യും. ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കാൻ കുറച്ച് സ്ട്രാറ്റജി, കുറച്ചൊക്കെ നമ്മളൊരു എന്താ പറയുക എന്താണ് ശകുനി അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് നമ്മുടെ ബുദ്ധി ഉണ്ടല്ലോ ഒരല്പം ഒന്ന് വളച്ച് ചിന്തിക്കണം. ഓക്കെ, അതിവിടെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് പറയും വേണം. പക്ഷെ അവർ വേറൊരാളെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ, വേറൊരാളെ ഹേർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മൾ വേദനിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കാൻ ഒരിക്കലും നമ്മൾ അങ്ങനെ അവരെയും കൂടെ അവർ ആ വേദന അറിയട്ടെ എന്ന രീതിയിലൊന്നും നിങ്ങൾ പറയാതിരിക്കാം. ഓക്കെ, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഞാൻ കുറേ ആക്ച്വലി ഇപ്പോൾ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ റിലേഷൻഷിപ്പും ഏത് റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എന്തും പറയുമ്പോൾ എടുത്തു ചാടി ഒരു മെസ്സേജ് അങ്ങോട്ട് പറയാതിരിക്കുക. സംസാരിക്കുമ്പോഴും തന്നെ ഒരു സെക്കൻഡ് ഒരു ഗ്യാപ്പ് നിങ്ങൾ എടുക്കാം. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ ഇപ്പോൾ എന്താണ് ഇങ്ങനെ എപ്പോഴും എന്നെ ശല്യം ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങളത് കേട്ട ഉടനെ എന്താണ് നിങ്ങളുടെ റിയാക്ഷൻ? ഓ, എന്നെ ഞാൻ ശല്യമാണെന്ന് പറഞ്ഞു, അങ്ങനെയാണെന്ന് പറഞ്ഞു, ഉടനെ തിരിച്ച് ചാടി റെസ്പോൺസ് കൊടുക്കും അല്ലേ? അങ്ങനെ ചെയ്യാതിരിക്കുക. ഞാനത് ഒരു എക്സാമ്പിൾ പറയാണ് കേട്ടോ. അങ്ങനെ എന്തോ വേറെ ചെറിയ ചെറിയ കാര്യങ്ങളും ആവാം. എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങളൊരു ഗ്യാപ്പ് എടുക്കാം, ഒന്നും മിണ്ടണ്ട, ഒരു സെക്കൻഡ് സൈലന്റ് ആവുക. നിങ്ങൾ സൈലന്റ് ആയ ശേഷം മാത്രം നിങ്ങൾ അതിനൊരു റെസ്പോൺസ് കൊടുക്കാം. ഓക്കെ, ആലോചിച്ച് തീരുമാനിച്ച് എന്താ പറയണ്ട. അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തു, ശരിയാണ്, പക്ഷെ നിങ്ങൾ തിരിച്ച് അങ്ങനെ ഹേർട്ട് ചെയ്യണോ ഒരാളെ? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം, പക്ഷെ അവരെ ഹേർട്ട് ചെയ്യാത്ത തരത്തിൽ. നമ്മളുടെ മെച്യൂരിറ്റിയാണ് നമ്മൾ കാണിക്കേണ്ടത്. അവരുടെ ബിഹേവിയർ, അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ കൊണ്ട് അവർ കാണിക്കുന്നു, പക്ഷെ നമ്മൾ അവരെ പോലെ ആവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഓക്കെ, നമ്മുടെ ഒരു ഡിഗ്നിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം. സോ നല്ലൊരു ലെക്ചറായി എന്നൊക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. സംസാരിച്ച് തീർക്കാനുണ്ട്, പക്ഷെ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് എന്താ പറയേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് സംസാരിക്കാം. ഓക്കെ, വാവ്, ഇന്നത്തെ ശരിക്കും എൻ്റെ ലെക്ചർ കൂടിപ്പോയി. ഓക്കെ, ഒരു അതുകൂടി നോക്കാം, ഒരു ആൻസർ കൂടി നോക്കാം. നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സ് എന്താ പറയുക, എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം. The number 22 urges you to gather the facts before making a move. Okay, yes, ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ കാര്യങ്ങളെല്ലാം നല്ലോണം മനസ്സിലാക്കുക. ഓക്കെ, സൈലന്റ് ആയിരിക്കുമ്പോൾ ഗുണം അതാണ്. സൈലന്റ് ആയിരിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും എടുത്തു ചാടി നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പോവാതിരിക്കുക. കാര്യങ്ങളെ ഫുൾ മനസ്സിലാക്കുക, ഒബ്സർവ് ചെയ്യുക. ശ്രദ്ധിച്ച് ഓരോ കാര്യം നിങ്ങൾ നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എപ്പോഴാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, അല്ലാത്ത സമയത്ത് അവരെന്താ ചെയ്യുന്നത്, അങ്ങനെ നിങ്ങളുടെ റിലേഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഏതൊരു കാര്യവും ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും അതെല്ലാം വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. എടുത്തു ചാടി ഡിസിഷൻസ് എടുക്കാതെയും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക. എല്ലാ ഫാക്റ്റും മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ റിയാക്ട് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പറയുന്ന സംസാരത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ എടുത്ത് ചാടി ചിലപ്പോൾ നിങ്ങളോട് വല്ലതൊക്കെ ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ പറയുന്നുണ്ടാവും. പക്ഷേ അവരെ ചില പ്രവൃത്തി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അവരെ ശരിക്കും പറഞ്ഞാൽ ആക്ഷൻസ് ആണ് മാറ്റർ, വാക്കുകളല്ല, ആക്ഷൻ ആണ് മാറ്റർ. അവർ നിങ്ങളെ എന്താണ് കെയർ തരുന്നത് എന്നുള്ളത് അവരുടെ ആക്ഷനിൽ നിങ്ങൾക്ക് കാണും. ഓക്കെ, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, ഒന്നും കൂടി എടുത്തേക്കാം. എനിക്ക് നല്ല രസമുണ്ട് ഇത് നോക്കാൻ. ദ ഇനീഷ്യൽ C recommends you to work on the practical aspect first. ഓക്കെ, ഇത് ലെറ്റർ C നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ മാച്ച് ഉണ്ടാവാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ പേരായിരിക്കാം, നിങ്ങളുടെ ഫസ്റ്റ് നെയിമോ ലാസ്റ്റ് നെയിമോ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സ്റ്റാർട്ടിങ്ങിൽ ലെറ്റർ എന്തെങ്കിലും ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജോലി സ്ഥലത്തിൻ്റെ പേരോ കോളേജിൻ്റെ പേരോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു CEO ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവാം. ഓക്കെ, recommends you work on the practical aspect first. ഓക്കെ, നിങ്ങൾ ആദ്യം ഇപ്പോൾ റിലേഷൻഷിപ്പ് വേണം നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലേ? ആ റിലേഷൻഷിപ്പ് വേണം എന്ന് പറയുമ്പോൾ അതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. പോസിബിലിറ്റി ഉണ്ടോ, ശരിക്കും നടക്കാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ തടസ്സങ്ങൾ വരാൻ സാധ്യത, പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ, ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേറെ എന്തൊക്കെയാണ് ആക്ഷൻ നമുക്ക് എന്താ വേണം? നമ്മൾ 2-3 കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ സംസാരിച്ച് ക്ലാരിറ്റി ഉണ്ടാക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, പിന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്താണ് സ്റ്റെപ്സ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഡെവിൾ ആണ് ഇവിടെ ആദ്യം, ഡെത്ത്, ഓക്കെ, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, 5 swords, Knight of Cups, King of Wands, 9 of Cups, 4 of Swords, 3 of Pentacles. Okay. ഓക്കെ, ഇവിടെയും കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. 8 of Wands കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ്. ഒരു കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുന്നതിനെ കുറിച്ചായിരിക്കാം. കാരണം ഇവിടെ ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 7 of Swords നമ്മൾ ചില ഹൈഡിങ് കാര്യങ്ങൾ എന്ന രീതിയിൽ പറയും. അതിനെക്കുറിച്ച് നിങ്ങൾ ഐ തിങ്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഡെബിളാണ്. ഒന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഈ പേഴ്സണോട് വല്ലാതെ ഓവർ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കാം. കോ ഡിപ്പെൻഡൻസി വരുന്നുണ്ടോ നോക്കാം. അവരില്ലാതെ പറ്റില്ല, അവർ മെസ്സേജ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് ഉറക്കില്ല. കാര്യം ഒരു നേരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡെയിലി എന്താ പറയുക, മാസങ്ങളോളം മെസ്സേജ് ഇല്ലാതിരിക്കുന്നവർക്കാണെങ്കിൽ പോട്ടെ, നമുക്ക് സങ്കടപ്പെടുന്നതിൽ ഒരു അർത്ഥമുണ്ട്. ഇത് ഒരു ദിവസം മെസ്സേജ് ചെയ്തു, നന്നായി സംസാരിച്ചു, അടുത്ത ദിവസം ആ സമയത്തും നിങ്ങൾ മെസ്സേജ് കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അപ്സെറ്റ് ആവുന്നുണ്ടോ? ആലോചിച്ച് നോക്കുക. അത്രത്തോളം ആ ഒരു കോഡിപ്പെൻഡൻസിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ആലോചിക്കാം. ഓക്കെ, പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് ഇട്ടു, അവർ ഓൺലൈൻ കാണുന്നുണ്ട്, പക്ഷെ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നില്ല. ഓക്കെ, എന്ത് കാരണം ആയിക്കോട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഓവർ തിങ്കിങ് തുടങ്ങുന്നുണ്ടോ? അവർക്ക് വേറെ ആരോ ഉണ്ട്, വേറെന്തോ ഉണ്ട്, എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യുന്നു, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്, നിങ്ങളുടെ കോഡിപ്പെൻഡൻസി ഇഷ്യൂസ്, ഓക്കെ, അത് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ്. നിങ്ങളത് മാറ്റിയെടുത്തേ പറ്റൂ. ഓക്കെ, ഡെത്ത്, അതിനെ മാറ്റിയെടുക്കാം. ഡെത്ത് എന്ന് പറയുമ്പോൾ റീബർത്ത് ആണ്, മാറ്റങ്ങളാണ്. ഓക്കെ, നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ നിർത്താം. പേഴ്സൻ്റെ മെസ്സേജ് വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ അവർ എന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ചിന്ത വന്നാൽ, ഓക്കെ, യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങളുടെ ആ മനസ്സിൻ്റെ നെഗറ്റിവിറ്റിയാണ്. ഓക്കെ, അതിൽ ആ നെഗറ്റിവിറ്റിയാണ് നിങ്ങളെ മുമ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതായത് ആ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ചീറ്റിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളായിട്ട് തന്നെ വരുത്തി വെക്കും എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് നിങ്ങളുടെ ചിന്തകളെ മാറ്റിയെടുക്കാം. ഓക്കെ, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അവർ തിരക്കിലാണ്, എന്തോ ബിസിയാണ്, വന്നോളും. മെസ്സേജ് ഇട്ടിട്ട് അരമണിക്കൂർ വീണ്ടും ഫോൺ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഫോണിന് വൈബ്രേഷനോ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചോളൂ, നോട്ടിഫിക്കേഷൻ വെച്ചോളൂ. ഫോണിനെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ നടക്കാം. ഓക്കെ, അവിടെ അതിനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ആൾ ഓൺലൈൻ വന്നോ പോയോ നിങ്ങൾ നോക്കാതിരിക്കുക. ഒരു നോർമൽ നമ്മളൊരു മനുഷ്യൻ്റെ ഒരു ലൈഫിൽ അവർ ജോലിയുണ്ട്, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇൻവോൾവ് ആവും. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ അതിനെ എല്ലാം നെഗറ്റീവായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ ഉള്ളിലെ ഫിയേഴ്സ് ആണത്, നിങ്ങളുടെ ഉള്ളിലെ ഒരു ഇൻസെക്യൂരിറ്റി ആണത്. അതൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കാം. ഓക്കെ, അതിനെ നിങ്ങൾ അവനവനിലൊരു മാറ്റം കൊണ്ടുവരാം. ഈ സിറ്റുവേഷൻ മാറി വരും എന്നും പറയാം, പക്ഷെ നിങ്ങൾ ആദ്യം അവനവനെ ഒന്ന് മാറ്റി വരാം. ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഞാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു കരിയറിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാം. ഓക്കെ, എന്തെങ്കിലും ജോലിയുടെ ഓഫറൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ജോലി ശ്രമിക്കുക. അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനെ സ്റ്റേബിൾ ആക്കാനുള്ളത് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, 5 of Swords ഒരുപാട് ആലോചിച്ച് മെൻ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, വെറുതെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അവനവൻ്റെ തലയിൽ ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ പലവരുടെയും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതൊക്കെ കേട്ട് നിങ്ങളുടെ മനസ്സ് പല സ്ഥലത്തും പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കും. പക്ഷെ എല്ലാവരുടെയും സിറ്റുവേഷൻ നിങ്ങളുമായിട്ട് മാച്ച് ആവണമെന്നില്ല. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിരിക്കും, ഓരോരുത്തരുടെയും ലൈഫ് ഓരോന്നായിരിക്കും, ഓരോരുത്തരും വളരുന്ന സാഹചര്യങ്ങൾ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ഒരാളോട്, ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ഫ്രണ്ടിൻ്റെ അനുഭവം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ, അവരുടെ ലൈഫല്ല നിങ്ങളുടെ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ടായാലും ഇതിവിടെ ആക്ച്വലി കാതിൽ ആരോ ഇരുന്ന് എന്തോ പറയുന്നുണ്ട് കണ്ടോ. അപ്പോൾ അത് പറയുന്ന കേട്ട് പക്ഷെ ഇവിടെ മനസ്സിൽ ടെൻഷൻ അടിക്കുകയാണ്, ഒരു കാര്യമില്ലാതെ. ഓക്കെ, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക. നൈറ്റ് ഓഫ് കപ്സ് ഉണ്ട്, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ട്, കെയർ ഉണ്ട് എന്ന രീതിയിലാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. ഓക്കെ, പക്ഷേ ആ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരാൻ കിങ് ഓഫ് വോൺസും ഉണ്ട്. അവർക്ക് നിങ്ങളോട് പാഷനേറ്റ് ആയിട്ട് ഫീലിങ്സ് ഉണ്ട്, അട്രാക്ഷൻ ഉണ്ട്, അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന രീതിയിൽ തന്നെയാണ്. 9 of Cups ആണ്, വിഷിൻ്റെ കാര്യമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ കൂടെ ഒരു ഫാമിലി ലൈഫ്, ഹാപ്പിനെസ് ഒക്കെ, അതേപോലെ അവർക്കും ആഗ്രഹമുണ്ട്. കിങ് ഓഫ് വോൺസും 9 of Cupsഉം ആണ്. സോ ആക്ച്വലി ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ അഡ്വൈസ് പറയുകയാണെങ്കിൽ,
നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്തായാലും, ഓക്കെ. പക്ഷേ അതിനുവേണ്ടി നിങ്ങളും ആക്ച്വലി വളരെ നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ പേഴ്സൺ വരും, തീർച്ചയായിട്ടും പേഴ്സൺ ഓഫറുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവരുടെ ഫീലിങ്സ് ഉണ്ട്, ഓക്കെ. അവർ നിങ്ങളുമായിട്ട് പാഷനേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ്. 4 ഓഫ് സോർട്സ് ഇത് നിങ്ങൾ തമ്മിൽ ഒരു ലേശം പകൽച്ച ഉണ്ടാവാം, സെപ്പറേഷൻ ഉണ്ടാവാം. പക്ഷെ നിങ്ങൾ മുന്നോട്ട് ആക്ച്വലി രണ്ടുപേരും കൂടി ശ്രമിച്ചാൽ, പക്ഷെ രണ്ടാളും രണ്ട് ഭാഗത്തുനിന്നും വേണം നമുക്ക്. പക്ഷെ അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട, അത് ശരിയാവും, ഓക്കെ. വഴികൾ കിട്ടും. നിങ്ങൾ ലേശം എഫേർട്ട് ഇടുക, ഓക്കെ. ഐ തിങ്ക് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് നമുക്ക് മെയിനായിട്ട് വന്നല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് എടുക്കുക, ഓക്കെ. ആരെങ്കിലും ത്രൂ നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. പേഴ്സൺ ഒട്ടും കോൺടാക്ട് ചെയ്യാൻ വരുന്നില്ലെങ്കിൽ, ഓക്കെ. ചിലവർക്ക് ഇവിടെ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാര്യമായിരിക്കും, ഒരു സെപ്പറേഷൻ്റെ കാര്യമൊക്കെ കാണുന്നുണ്ട്, ഓക്കെ. നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് അസുഖങ്ങൾ വരുത്തി വെക്കേണ്ട, അതുകൊണ്ട്, ഓക്കെ. ഈ നെഗറ്റീവ് തിങ്കിങ് നിങ്ങളെ വല്ലാതെ ബാധിക്കും, ഓക്കെ. അതിനെ മാറ്റിയെടുത്തേ പറ്റൂ. നിങ്ങൾ അവനവനെ തന്നെ ഒന്ന് മാറ്റിയെടുത്തേ പറ്റൂ, ഓക്കെ. എന്നാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നല്ലതാവൂ, ഓക്കെ. കമ്മ്യൂണിക്കേഷൻ യെസ് ആവശ്യമുണ്ട് ഇവിടെ. സ്ട്രെങ്ത് യെസ്, എല്ലാം ബെറ്റർ ആവും, ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് വെച്ച് നിങ്ങളുടെ ഒരു ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ അബണ്ടൻസിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു സിറ്റുവേഷനെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട, ഓക്കെ. അതിൽ മാറ്റങ്ങൾ വരും, പക്ഷെ അത് മാറണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അവനവനെ മാറ്റണം, ഓക്കെ. സോ ഇവിടെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം റീഡിങ്, ഓക്കെ. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി തുടങ്ങാം. ഇതിൽ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടും പേഴ്സണുമായിട്ട് സംസാരിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിക്കുമ്പോൾ പരസ്പരം ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരാൻ ശ്രമിക്കാം, ഓക്കെ. നിങ്ങൾക്കിത് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവരെ കുറ്റപ്പെടുത്താതെ നിങ്ങൾ 2 പ്രാവശ്യം സംസാരിച്ച് നോക്കൂ. അവരുടെ ഭാഗത്തു നിന്നുള്ള മാറ്റം നിങ്ങൾക്ക് കാണും. ഞാൻ പറയുന്ന സ്ട്രാറ്റജി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മെസ്സേജ് ചെയ്യുന്നില്ല, സംസാരിക്കുന്നില്ല എന്ന് വിചാരിക്കും, ഓക്കെ. നിങ്ങൾ അവരോട് കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ എന്താ എന്നെ വിളിച്ചില്ല എന്ന് കംപ്ലൈൻ്റ് ആയിട്ടോ പറയാതെ, എന്താ തിരക്കായിരുന്നോ, ഓക്കെ, ഫ്രീ ആയോ എന്ന രീതിയിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഓക്കെ. എന്താ ഇത്ര നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടാവും, അത് വേറെ കഥ. പക്ഷെ അവരെ അറിയിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ. നിങ്ങൾ ആട്ടെ കാത്തിരിക്കലും നിർത്തുക, അത് വേറെ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം, നിങ്ങൾ ബിസി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ മെസ്സേജ് നിങ്ങൾ കണ്ടില്ലെങ്കിലും അവർ വിളിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ വിളിക്കുന്ന സമയത്ത്, ഓക്കെ, ഇത്ര നേരം കണ്ടില്ലല്ലോ, എന്തായിരുന്നു, തിരക്കായിരുന്നോ എന്ന് ചോദിക്കൂ. എന്താണ് ഇത്ര നേരം എന്നെ വിളിച്ചില്ല, എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് മാറി നിന്ന്, എന്താ എൻ്റെ അടുത്ത് ദേഷ്യമാണോ, എൻ്റെ അടുത്ത് ഇതാണോ, എൻ്റെ അടുത്ത് അകന്ന് ആ രണ്ടിൻ്റെ വ്യത്യാസം ആലോചിക്കൂ, ഓക്കെ. അത് മനസ്സിലാക്കാം, ഓക്കെ. ആ രീതിക്ക് നിങ്ങളൊന്ന് മാറ്റി പ്രവർത്തിച്ച് നോക്കൂ. നിങ്ങളുടെ കാര്യങ്ങളുടെ മാറ്റം നിങ്ങൾക്ക് കാണും, ഉറപ്പാണ്, 100%. ഓക്കെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.